ഈ പ്രൊപ്പലർ ലീഫ് എല്ലാം നമുക്ക് പോളിഷ് ചെയ്യണം. കാണുമ്പം എളുപ്പമായി തോന്നിയിരിക്കും, പക്ഷേ അത്ര എളുപ്പമല്ല. ഇവിടെ ഡെപ്ത് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് കടലിന്റെ സ്വഭാവം മാറും. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, ഈ ഒരു ജോലിക്ക് വന്നില്ലായിരുന്നെങ്കിൽ കടലിന്റെ അടിയിലുള്ള ഈ ഒരു ലോകം ഒരിക്കലും കാണാനും അനുഭവിക്കാനും ഒരിക്കലും പറ്റില്ലായിരുന്നുവെന്ന്. നമസ്കാരം, പെപ്പയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. 3 ദിവസമായി കണ്ടിന്യൂ പണി തന്നെ. എല്ലാവരും നല്ല ടയർഡാണ്. വെളുപ്പിന് 3 മണിക്ക് ഇറങ്ങുന്നതാ, തിരിച്ചു രാത്രി 1 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തുന്നത്. പിന്നെയും 3 മണിക്ക് പോകേണ്ടി വരും. എപ്പോഴും ഈ ഒരു ഷെഡ്യൂൾ ആകില്ല, പക്ഷെ ചിലപ്പോൾ ദൂരെ ഓരോ ലൊക്കേഷൻ മാറി മാറി വരുമ്പോഴാണ് ഈ പണി കിട്ടുന്നത്. എന്തായാലും ഇന്നും കൂടെ കാണുള്ളൂ ഈ റെസ്റ്റ് ഇല്ലാത്ത ഓട്ടം. ഞങ്ങൾ ദുബായിൽ നിന്നും കോർഫക്കാൻ പോർട്ടിലോട്ടാണ് പോകുന്നത്. കോർഫക്കാൻ ആങ്കറേജിൽ ഒരു ഷിപ്പിന്റെ ഹള്ള് ക്ലീൻ ചെയ്യാനായി ഡ്രൈവർ ചേട്ടനും ഞാനും വഴി എല്ലാവരും നല്ല ഉറക്കത്തില്ല. ഈ കിട്ടുന്ന സമയമൊക്കെ വേണം ഉറങ്ങാൻ. എനിക്കിതൊക്കെ ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ട് അത് നടക്കില്ല. കോർഫക്കാനിലോട്ട് പോകുന്ന റൂട്ട് നല്ല ഭംഗിയാണ് കാണാൻ. മലനിരകളും അതിന്റെ നടുവിലൂടെയുള്ള റോഡും പാറക്കൂരകളും ഒക്കെ എത്ര കണ്ടാലും ഈ ഒരു കാഴ്ച മടുക്കില്ല. അത്ര പൊളി ഡ്രൈവിംഗ് റൂട്ടാണ് ഇത്. ഞങ്ങൾക്ക് 2 മണിക്കൂറോളം എടുക്കും അവിടെ പോർട്ടിലെത്താൻ. അങ്ങനെ സ്ഥലമൊക്കെ ആസ്വദിച്ചിരുന്നു ഞാനും അറിയാതെ ഉറങ്ങിപ്പോയി. ഒരു ചെറിയ സ്ഥലമാണിത്, വളരെ ശാന്തമായ അന്തരീക്ഷം. അങ്ങനെ ഞങ്ങൾ കോർഫക്കാൻ പോർട്ടിലെത്തി. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് നമുക്കിനി ബോട്ടിൽ വെച്ച് കാണാം. കോർഫക്കാൻ പോർട്ടിൽ നിന്നും ആങ്കറേജിലോട്ട് തിരിച്ചു. നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്ന ആ മലകൾ കടലിലോട്ട് ഇറക്കി വെച്ചേക്കുക. ഇത്ര പ്രകൃതിയുമായി ഇണങ്ങിക്കിടക്കുന്ന മറ്റൊരു പോർട്ടും എന്റെ ഓർമ്മയിൽ വരുന്നില്ല. ഇവിടുന്ന് 1 മണിക്കൂർ വേണം ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്ന കപ്പലിലെത്താൻ. ഇവിടുത്തെ മറ്റൊരു വലിയ പ്രത്യേകത UAE വളരെ ആഴം കൂടിയ സ്ഥലം തന്നെയാണ് കോർഫക്കാൻ ആങ്കറേജ്. ഏകദേശം 80 മീറ്ററോളം കാണും. പോർട്ട് വിട്ടതും എല്ലാവരും കിട്ടിയ സമയം 2ാമത്തെ ഉറക്കം തുടങ്ങി. എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണം വന്നു. ഡ്രൈവർമാരുടെ യഥാർത്ഥ ജീവിതം അത്ര സുഖകരമല്ല. കിട്ടുന്ന സ്ഥലത്തൊക്കെ ഉറങ്ങണം. ഒരു കൃത്യമായ വർക്ക് ഷെഡ്യൂൾ ഒന്നും കാണില്ല. പണി വരുമ്പോൾ പണിയോ പണി തന്നെയാണ്. മിക്ക പ്രവാസിയുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആദ്യമൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ഷെഡ്യൂളും ഇങ്ങനത്തെ ഒരു ജീവിതം. പക്ഷെ ഇപ്പോൾ അത് ജീവിത ശൈലിയായി മാറി. ഈ ബോട്ടിന്റെ ക്രൂവും ക്യാപ്റ്റനും ഒക്കെ മലയാളികളായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടും വന്നില്ല. അവർ നല്ല കട്ട സപ്പോർട്ടായിരുന്നു. ഇത് വളരെ വലിയ ടഗൊന്നുമല്ല, ഒരു ചെറിയൊരു ബോട്ടാണ്. നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ എക്യുപ്മെന്റ്സ് കഷ്ടിച്ച് ലോഡ് ചെയ്ത് നമുക്ക് ജോലി ചെയ്ത് തിരിച്ചു വരാൻ പറ്റിയ ഒരു ചെറിയൊരു ബോട്ടാണ്. കുറെ നേരം അവരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ബോട്ട് ഷോർ വിട്ട് ഓഫ് ഷോർ കയറിയപ്പോൾ തന്നെ ഒരുപാട് കപ്പലുകൾ കാറ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത് പോലെ ആങ്കറേജിൽ കിടക്കുന്നത് കാണാം. പലതും പോർട്ടിൽ കയറാനായി വെയിറ്റ് ചെയ്ത് കിടക്കുന്നതാവും. അങ്ങനെ ഞങ്ങൾ ഇന്ന് ക്ലീൻ ചെയ്യേണ്ട ഞങ്ങളുടെ ഷിപ്പിന്റെ അടുത്ത് എത്താറായി. ദൂരെ നിന്നും കാണാം. മാക്സിമം ഇന്ന് കൊണ്ട് തന്നെ തീർക്കണം. ഇന്ന് ഒരുപാട് ജോലികളുണ്ട്. ഹള്ള് ക്ലീൻ ചെയ്യാനുണ്ട്, പ്രൊപ്പലർ പോളിഷ് ചെയ്യാനുണ്ട്, സീ ചെസ്റ്റ് റീപ്ലേസ് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരുപാട് ജോലികൾ ഇന്ന് ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അതിൽ ഇന്ന് എൻ്റെ ജോലി പ്രൊപ്പലർ പോളിഷിംഗ് മാത്രമാണ്. എല്ലാവരും ഇന്നത്തെ ജോലിക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ തുടങ്ങി. ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് സൂപ്പർവൈസറാണ് തീരുമാനിക്കുന്നത്. അതൊക്കെ പറയുന്ന മീറ്റിംഗ് ആണ് TBT. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിക്ക് ഇറങ്ങണം. ഇന്നും ഞാൻ അനൂപേട്ടനായാണ് പ്രൊപ്പലർ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഡൈവിന് വേണ്ടുന്ന ഗിയറൊക്കെ സെറ്റ് ആക്കി തുടങ്ങി. കോംസും ബെലോട്ടും ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം കടലിൽ ഇറങ്ങാൻ. അനൂപേട്ടൻ റെഡിയായി ഇറങ്ങിയിട്ട് വേണം എനിക്കും പോകാൻ. ഇന്ന് വളരെ തിരക്കിട്ട് പോകണം. പെട്ടെന്ന് ജോലി തീർത്തേ മതിയാവും. ഇന്നലെ ഞങ്ങളൊരു ബാച്ച് വന്നു ഈ ജോലി തുടങ്ങിയത്. പക്ഷേ വെതർ പെട്ടെന്ന് മോശമായി അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അതുകൊണ്ട് ഇന്നെല്ലാം തീർക്കണം. അങ്ങനെ എല്ലാം റെഡിയാക്കി അനൂപേട്ടൻ ഇറങ്ങി. ഇതാണ് പോളിഷ് ചെയ്യുന്ന മെഷീൻ. ഇനി ഇത് കൊണ്ടുപോയി സെറ്റ് ചെയ്തു പണി തുടങ്ങണം. വൈകാതെ ഞാനും ഇറങ്ങി. ഇന്ന് വെതർ അത്ര നല്ലതല്ല, എന്നാലും ജോലി ചെയ്യാം. സ്വെല്ലും കറണ്ടുമുണ്ട്. ഇവിടെ ഡെപ്ത് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് കടലിന്റെ സ്വഭാവം മാറും. ഇന്നും നല്ല കറണ്ടുണ്ട്. ഈ അടിയൊഴുക്കും വല്ലാതെ നമ്മളെ തളർത്തി കളയും. നല്ലതുപോലെ പ്രാക്ടീസ് ആയാൽ മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്കില്ലല്ല, കാലങ്ങൾ ഡൈവ് ചെയ്ത് നേടിയെടുക്കുന്ന ഒരു ടെക്നിക്കാണ്. ഈ പ്രൊപ്പലർ ലീഫ് എല്ലാം നമുക്ക് പോളിഷ് ചെയ്യണം. കാണുമ്പം എളുപ്പമായി തോന്നിയിരിക്കും, പക്ഷേ അത്ര എളുപ്പമല്ല. ഈ കടലിന്റെ സ്വഭാവം അനുസരിച്ച് ചെയ്യുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി. എന്തിനാണ് ഈ പോളിഷിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ കുറെ ബാർണിക്കൽസ് പിടിച്ചിരിക്കും. ചിപ്പി പോലുള്ള ജീവികൾ, ചിപ്പിയല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഏക്കോൺ ബാർണിക്കൽസ് ആണ് പിടിച്ചിരിക്കുന്നത് പൊതുവെ കൂടുതലായി. ഈ ജീവികൾ ഇതിൽ പിടിച്ചിരിക്കുമ്പോൾ പ്രൊപ്പലറിന്റെ വെയിറ്റും കൂടും, അതോടൊപ്പം തന്നെ നല്ല പോലെ ഡ്രാഗും ഉണ്ടാവും. അപ്പോൾ ഈ വെയിറ്റും ഡ്രാഗും കൂടുന്നതുകൊണ്ട് ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ടി വരും ഈ പ്രൊപ്പലറിനെ കറക്കാനായി. സോ ഒബ്വിയസ്ലി കപ്പലിന്റെ എണ്ണ ചെലവ് കൂടുകയാണ്. ആ എണ്ണ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. എനിക്ക് പ്രൊപ്പലർ പോളിഷ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്.
ഇതൊരു വളരെ സാറ്റിസ്ഫൈയിങ് ജോലിയും കൂടിയാണ്. ഈ പ്രൊപ്പലർ ക്ലീനിങ്ങും ഹൾ ക്ലീനിങ്ങും അതിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം പ്രൊപ്പലർ പോളിഷിംഗ് ആണ്. ബിക്കോസ് അത് ഫൈനലായി ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു തിളക്കം എന്താണെന്ന് അറിയില്ല, എനിക്ക് വളരെയധികം സംതൃപ്തി തരാറുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്കും ആ ഒരു വൈബ് കിട്ടിയാൽ കമന്റ് ഇടാൻ മറക്കണ്ട. ഓരോ ലീഫും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി നേരം ഞങ്ങൾ റെസ്റ്റ് എടുക്കും. മോസ്റ്റ്ലി ഈ പോകുന്ന മീനെയൊക്കെ ഭയം നോക്കിയത് അത് മറ്റൊന്നിനുമല്ല, ബ്രത്തറായിട്ട് കറക്റ്റ് ആക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, ഈ ഒരു ജോലിക്ക് വന്നില്ലായിരുന്നെങ്കിൽ കടലിൻ്റെ അടിയിലുള്ള ഈ ഒരു ലോകം ഒരിക്കലും കാണാനും അനുഭവിക്കാനും ഒരിക്കലും പറ്റില്ലായിരുന്നു എന്ന്. ഓരോ വട്ടം ഡൈവ് ചെയ്യുമ്പോൾ ഇതിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരിക. റിസ്ക് ഉണ്ട്, പക്ഷെ ആ ഒരു സ്പിരിറ്റ് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ബെസ്റ്റ് ജോലിയാണിത്, പക്ഷേ ജീവൻ പണം വെച്ച് വേണം കളിക്കാൻ. അങ്ങനെ എല്ലാ ലൈഫും നമ്മൾ ക്ലീൻ ആക്കി തുടങ്ങിയപ്പോൾ കരിക്കട്ട പോലെ ഇരുന്നതാണ് ഇപ്പോൾ നല്ലതുപോലെ തിളങ്ങുന്നു. ഇനി ഇതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കണം ക്ലയൻറ്റിന് കൊടുക്കാനായി. ഞങ്ങളുടെ ഒരു പണി കഴിഞ്ഞു. ഇന്ന് വളരെ നേരത്തെയാണ് ഞങ്ങളുടെ ജോലി തീർന്നത്. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള ഡ്രൈവർമാരെ സഹായിക്കാൻ പോകണം. ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജോലി പെട്ടെന്ന് തീർത്ത് ഇവിടെ നിന്ന് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. അവരെ പോയി സഹായിക്കട്ടെ. മറ്റൊരു ഡൈവിംഗ് വീഡിയോയുമായി വരുന്നിടം വരെ ഇറ്റ്സ് മീ പെപ്പെ സൈനിങ് ഓഫ്. ബൈ.